എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ അല്ലാട്ടോ, ഒരു കുഞ്ഞു വിളവെടുപ്പിൻ്റെ വീഡിയോ ആണ്. നമ്മുടെ പറമ്പിൽ വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അവിടെ നമ്മൾ കുറച്ച് പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ അതിലെ വിളവെടുപ്പ് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു എന്താ പറയുക, ചീര, പയർ, അതുപോലെ തന്നെ തക്കാളി, പിന്നെ അങ്ങനെ കുഞ്ഞു നമ്മളെ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള തക്കാളി, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ വളരെ കുറഞ്ഞ സ്പേസിലാണെങ്കിൽ എപ്പോഴും നട്ടുപിടിപ്പിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ പുറത്തുനിന്ന് വാങ്ങുന്ന വിഷമയമായ പച്ചക്കറികളല്ലാതെ നമ്മൾ വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ, പറിച്ച് എടുക്കുമ്പോൾ അത് വളർന്നു വരുമ്പോൾ ഉള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇനിയിപ്പോൾ സ്ഥലമില്ലാത്തവരാണെങ്കിൽ കൂടി നമ്മൾക്ക് ഇപ്പോൾ ഗ്രോ ബാഗ് അതിൽ നിറയ്ക്കാനുള്ള പിന്നെ ഇതൊക്കെ നമുക്കിപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് വിഷമയമില്ലാത്ത പച്ചക്കറികളെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കണം. ഇപ്പോൾ ഞാനിവിടെ വിത്തുകൾ നട്ടിട്ട് അതിലിതേ ധാരാളം വെള്ളം നനവ് കാരണം അതുണ്ട്. ഇതുപോലെ മണിത്തക്കാളിയൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ മണിത്തക്കാളിയൊക്കെ ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ്. അത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അതൊന്നും നമ്മൾ നട്ട് വളർത്തിയതല്ല. നമ്മൾ മണിത്തക്കാളി നിൽക്കുമ്പോൾ നമ്മളതിൻ്റെ ഇലകളൊക്കെ ഒടിച്ച് തണ്ടുകൾ പറിച്ച് നമ്മൾ തോരൻ വയ്ക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ പിന്നെ വിത്തുകളൊക്കെ വീണ്ടും വീണ് നമ്മൾ നനവ് വരുമ്പോഴത്തേക്ക് അത് തന്നെ മുളച്ച് വരുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ ബീൻസാണ് പറിച്ചെടുക്കാനുള്ളത്. കുറ്റി ബീൻസാണ് കേട്ടോ, വള്ളി ബീൻസ് അല്ല. അപ്പോൾ ഇതിപ്പോൾ ഒരു മൂന്നാമത്തെ വിളവെടുപ്പാണ്. അപ്പോൾ അത്യാവശ്യം കുറച്ച് കായകൾ നിൽപ്പുണ്ട്. നമ്മുടെ ഇവിടെ പിന്നെ എലിശല്യം ഭയങ്കര കൂടുതലാണ് കേട്ടോ. ദൂരെ നിന്ന് രാത്രി കാലങ്ങളിൽ അടുത്ത പറമ്പിൽ നിന്നൊക്കെ എലികൾ വന്നിട്ട് ഇതിൻ്റെയൊക്കെ നനവ് നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം ഈ ഒരു പയറിൻ്റെ മരടോടുകൂടി കിളച്ച് മറിച്ച് അവർ കടിച്ച് പറിച്ച് നാശാക്കി കളയുന്നൊരിത് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് വിഷം വയ്ക്കുന്നതോ കൂട് വയ്ക്കുന്നതോ ഒന്നും തന്നെ എന്താ പറയുക, അത് നമ്മൾ പിടിക്കും തോറും ഇത് വീണ്ടും ഒരു വശത്തുനിന്ന് നമ്മൾ വിഷം വെച്ചതിനെ കൊല്ലുമ്പോൾ വീണ്ടും വരുന്ന ഒരു പോലെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം തന്നെ കുറേ ചോളം നട്ടിട്ടുണ്ടായിരുന്നു. ആ ചോളം എല്ലാം തന്നെ പറിച്ച് അത്യാവശ്യം വലുതായ ചോളത്തിൻ്റെ മരട്ട് പറിച്ച് കളഞ്ഞു കേട്ടോ. പിന്നെ ഇതൊക്കെ ഈ മല്ലിയാണ്. മല്ലി കഴുകുമ്പോഴൊക്കെ വീണ്ടും തന്നെ മുളച്ചതുണ്ട്, പൂത്ത് നിൽക്കുന്നത്. പിന്നെ ഇതൊക്കെ എന്താ പറയുക, ഈ പയറൊക്കെ നനയ്ക്കുമ്പോൾ നനവ് വെള്ളം വീഴുന്നിടത്തല്ല പലതരത്തിലുള്ള എന്താ പറയുക നമുക്ക് തോരൻ വയ്ക്കാൻ പറ്റുന്ന പിന്നെ മണിത്തക്കാളി പോലെയുള്ള ചെടികളൊക്കെ മുളച്ച് വരുന്നുണ്ട്. അതുപോലെ ചെറിയ തക്കാളി, സ്ട്രോബെറി തക്കാളി ഉണ്ടല്ലോ, അതൊക്കെ മുളച്ച് വന്നതാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ ചുമന്ന ചീരവിത്ത് പയറിൻ്റെ ഇടയിൽ കൂടെ തന്നെ പയറിൻ്റെ മരടിൽ തന്നെ അതിൻ്റെ വിത്തും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇന്നിപ്പോൾ പറിക്കാൻ വേണ്ടിയിട്ട് പാകമായിട്ട് നിൽക്കുന്നത് കുറ്റി ബീൻസാണ്. അപ്പോൾ ഈ കുറ്റി ബീൻസിൻ്റെ മൂന്നാമത്തെ വിളവെടുപ്പാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല പയർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ കായ്ച്ച് നിൽക്കുന്ന പിന്നെ പയറിൻ്റെ മരട് എലി വന്നിട്ട് അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ വെയിനൊക്കെ റൂട്ടൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഉണങ്ങിപ്പോയതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ പയറുണ്ടായിരുന്നതുണ്ടോ, ഇനി മൂക്കാനുള്ള കുഞ്ഞിപ്പയറൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഒത്തിരി ഒരു 5-6 അത്യാവശ്യം നന്നായിട്ട് വളമൊക്കെ ഇട്ട് നമ്മളിത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 5-6 വിളവെടുപ്പെങ്കിൽ 5-6 ടൈമെങ്കിൽ ഇതിന് പിന്നെ നമുക്ക് പയർ പറിച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇത് വേഗം തന്നെ വിത്തുകൾക്കൊന്നും തന്നെ കേടൊന്നുമില്ല, നന്നായിട്ട് മുളയ്ക്കുന്ന വിത്താണ്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, അധികം ഞാനിപ്പോൾ ഇതിനായിട്ട് വെള്ളം നനച്ച് കൊടുക്കും, മണ്ണ് കൂട്ടി കൊടുക്കുന്നല്ലാതെ യാതൊരു തരത്തിലുള്ള വളങ്ങളും ഇതിനിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വിളവ് കുറവാണ്. അത്യാവശ്യം വളങ്ങൾ, ചാണകപ്പൊടിയും അങ്ങനെയൊക്കെ അത്യാവശ്യം വളമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു 6-7 പ്രാവശ്യമെങ്കിൽ നമുക്കിതിന്ന് വിളവെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇത് വളരെ കുറഞ്ഞ ടൈം മതി. അതിൻ്റെ ഉള്ളിൽ നമുക്ക് നന്നായിട്ട് വിളവ് തരുന്ന ഒന്നാണ് ഈ ഒരു കുറ്റി ബീൻസ് കേട്ടോ. അപ്പോൾ സ്ഥലമുള്ളവരൊക്കെ വിത്ത് വാങ്ങിച്ച് നട്ടോളൂ. പിന്നെ ഇതിൻ്റെ തന്നെ വിത്ത് എടുത്ത് വെച്ചിട്ട് നട്ടാൽ നമുക്കത് നന്നായി കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ ഈ ഒരു ടൈം നമ്മൾ നട്ട് കഴിഞ്ഞാൽ അടുത്ത ടൈം വീണ്ടും നമുക്ക് വിത്ത് മേടിച്ച് നടുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ ഒരു വിത്ത് എടുത്ത് വെച്ച് നടുമ്പോൾ അത് നന്നായിട്ട് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ വീട്ടിൽ സ്ഥലമുള്ളവരൊക്കെ എല്ലാവരും കൃഷി ചെയ്യണം കേട്ടോ. നമ്മളെ വീട്ടിലേക്ക് ഒരു നേരത്തേക്ക് ആഴ്ചയിൽ ഒരു 2 നേരമെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ പറിച്ചിട്ട് അത് തോരൻ വെച്ച് കഴിക്കുമ്പോൾ ആ ഒരു ഫീല്, അത് പറിച്ചെടുക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, അത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ബീൻസ് മാത്രമാണ് പറിക്കാനായിട്ടുള്ളത്. പിന്നെ ഇതിൽ മണിത്തക്കാളിയിലൊക്കെ നമ്മൾ ഓൾറെഡി തോരൻ വയ്ക്കാൻ പറിക്കുന്നുണ്ട്. പിന്നെ ചീരയൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. ചീരയുണ്ട്, തക്കാളിയുണ്ട്, അതുപോലെ തന്നെ വെള്ളമുളക്, പിന്നെ കറിവേപ്പില, കാന്താരി, അങ്ങനെ കുറേ സാധനങ്ങൾ. പിന്നെ ഇവിടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ നമുക്ക് ഫാമിൽ നിന്ന് കുറച്ച് പൂപ്പൊലി നടക്കുന്നിടത്ത് പോയിട്ട് നമ്മൾ ഈ ഓരോ സ്റ്റാളുകൾ, അതിൽ ഫാമിൻ്റെ സ്റ്റാളിൽ നിന്ന് നമ്മൾ കുറച്ച് തൈയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ക്യാബേജ്, കോളിഫ്ലവർ, മുളക്, അതൊക്കെ
അത് നമ്മൾ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പിടിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിലൊക്കെ കായൊക്കെ ആവുന്ന സമയത്ത് ഞാനത് വീണ്ടും വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു നമ്മുടെ ബീൻസ് വെച്ചിട്ട് അടിപൊളി ഒരു റെസിപ്പിയും കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, കാരണം ഈ വീഡിയോ ലോങ് ആവുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാൻ കാരണം എന്തെന്ന് വെച്ചാൽ, ഇതുപോലെ പച്ചക്കറികൾ നമ്മൾ യാതൊരു തരത്തിലുള്ള വളം ഇട്ടില്ലെങ്കിലും ധാരാളം പച്ചക്കറി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രമിക്കണം. ഇനിയിപ്പോൾ സ്ഥലം ഇല്ലാത്തവർ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ബാൽക്കണിയിലൊക്കെ കുഞ്ഞ് ഗ്രോ ബാഗിലൊക്കെ ഇപ്പോൾ നമുക്ക് നിറയ്ക്കാനുള്ള, പണ്ടത്തെ പോലെയല്ല, നിറയ്ക്കാനുള്ള മണ്ണ് ഉൾപ്പെടെ നമുക്ക് കിറ്റ് രൂപത്തിൽ കിട്ടുന്ന സമയമാണ്. ചകിരിച്ചോറൊക്കെ കിട്ടും. അത് പോട്ടി മിക്സും കൂടി കലർന്നിട്ടുള്ള ചകിരിച്ചോറ്, കാരണം അത് ഇട്ടിട്ട് നമുക്ക് ഗ്രോ ബാഗിൽ അത് നിറച്ച് വിത്തിട്ടാൽ മതി കേട്ടോ. അതുപോലെയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിലൊരു കുറച്ച് ചീരവിത്ത് അങ്ങനെയൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് ആഴ്ചയിലൊരു 3-4 വട്ടം, ഇതിപ്പോൾ നമുക്ക് തോരൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാഴ്ചയിലൊരു 3-4 തവണ തോരൻ വെക്കാനുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ ഒരു കുഞ്ഞിടത്തുനിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉണ്ട്, എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും, നമുക്ക് വീട്ടമ്മമാർക്ക് എല്ലാവർക്കും പറ്റും. ഒരു 5-6 മുളക്, ഒരു 5-6 തക്കാളി, അതുപോലെ ഒരു 5-6 മരട് പയർ, കുറച്ച് ചീര, ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖസുന്ദരമായിട്ട്, ഇനി മഴക്കാലത്തേക്ക് പറ്റില്ല, നമുക്കത് വീട്ടിലേക്ക് പറിച്ചെടുക്കാനായിട്ട് പറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ കൃഷി ചെയ്യണം. കുഞ്ഞിടങ്ങളെ നമുക്ക് ഉണ്ടാവുള്ളെങ്കിലും അത് തന്നെ ധാരാളമാണ് കേട്ടോ. പിന്നെ ഈ കുറ്റിപ്പയർ ആയതുകൊണ്ട് തന്നെ ഒരു 4-5 വിളവ് എടുപ്പ് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു തൈകൾ പിന്നെ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കുറ്റിപ്പയർ അത്യാവശ്യം കായ ഒരു 2 തവണയൊക്കെ പറിച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ചുവടിൽ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്തായാലും നനച്ച് കൊടുക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ചുവടിൽ വേറെ വിത്തുകൾ ഇട്ട് കൊടുക്കുക. വേറെ പയറിൻ്റെയോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ബീൻസിൻ്റെ വിത്ത് ഇരിപ്പുണ്ടെങ്കിൽ അത് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കായ കഴിയുമ്പോഴത്തേക്കും ആ പയർ മുളച്ച് വന്ന് കയറി വരും കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് പറിച്ചെടുക്കാനായിട്ടുണ്ടാവുക. ഇതുകൊണ്ട് ഇത് കാണുമ്പോഴുള്ളൊരു സന്തോഷം, ഇത് പറിച്ച് കഴിക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് ധാരാളം വളം ഇട്ടതൊക്കെ വാങ്ങിച്ച് തോരൻ വെച്ച് കഴിക്കുന്നത് പോലെയല്ല കേട്ടോ. നമ്മൾ വളമൊന്നും ഇടാതെ വെള്ളം മാത്രം കൊടുത്ത് അങ്ങനെ വളർത്തുന്നതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു പയറുമായിട്ട് കമ്പയർ ചെയ്യരുത്, അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് എന്ത് വേണേലും കഴിക്കാം. നമുക്ക് അത്ര ഫ്രഷായിട്ട് നമ്മൾ പറിച്ചെടുക്കുന്നു, കഴുകി വൃത്തിയാക്കി അരിയുന്നു, പാചകം ചെയ്ത് കഴിക്കുന്നല്ലേ, അടിപൊളിയല്ലേ. അപ്പോൾ വളരെ കുറച്ച് സ്പേസ് ആണെങ്കിൽ കൂടി നമുക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ നട്ടുപിടിപ്പിക്കണം. ഇത് നമ്മുടെ ചതുരപ്പയർ എന്ന് പറയും ഞങ്ങളുടെ ഇവിടെ. എല്ലാവരും എന്താ പേര് പറയുകയെന്നറിയില്ല. ആ ഒരു പയറിൻ്റെ വിത്താണ് കേട്ടോ. പണ്ട് നമുക്കത് ഒത്തിരി ഉണ്ടായിരുന്നു, പിന്നെ അതെവിടെയോ വള്ളിയൊക്കെ നശിച്ചു പോയി. ഇപ്പോൾ ഞാൻ വീണ്ടും അതിൻ്റെ വിത്ത് കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചതാണ് കേട്ടോ. അതൊക്കെ കിളുത്ത് വരുന്നേ ഉള്ളേ. അപ്പോൾ നമ്മളിത് വളമിട്ട് കൊടുക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഉഷാറില്ലാതെ നിൽക്കുന്നത്. അത്യാവശ്യം ചാണകപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വിളവ് കിട്ടുന്ന ഒന്നാണ് കേട്ടോ. ഒരു 6-7 വട്ടം നമുക്കിതിന്ന് കായ്കളൊക്കെ പറിച്ചെടുക്കാനായിട്ട് പറ്റുമേ. അപ്പോൾ ഇത് നമ്മളൊരു വളമില്ലാതെ വെള്ളം മാത്രം കൊടുത്തിട്ട് പോലും അത്യാവശ്യം കായ നമുക്ക് പറിക്കാനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ 3ാമത്തെ വിളവെടുപ്പാണ്. ഇനി ധാരാളം കുഞ്ഞു കായ്കളുണ്ട്, പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ടെറസിലോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ മണ്ണിലോ എവിടെയാണെങ്കിൽ എല്ലാവരും കൃഷി ചെയ്യണം. ഇത് കണ്ടോ, ഇത് പറിച്ചെടുക്കുമ്പോഴൊരു ഫീൽ എന്ന് വെച്ചാൽ അടിപൊളിയാണ്. നിറയെ ഉണ്ടാവും കേട്ടോ മരടിൽ. വള്ളിപ്പയർ പോലെയല്ല കുറ്റിപ്പയർ, അതിൻ്റെ മരടിൻ്റെ അവിടെ തൊട്ട് മുകളിൽ വരെ നന്നായിട്ട് നിറയെ ശാഖകൾ പോലെ ചെറിയൊരു പോഷൻ വന്നിട്ട് അത് നിറയെ നമുക്ക് പൂക്കളും കായ്കളും ഉണ്ടാവും എന്നുള്ളൊരു പ്രത്യേകതയാണ്. പിന്നെ ഈ ഒരു മരട് ഉണങ്ങിപ്പോകുന്നത് വരെ ഇത് പൂത്തോണ്ടേയിരിക്കും. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട് കേട്ടോ. വളരെ ചെറിയ ടൈമിൻ്റെ ഉള്ളിൽ ധാരാളം കായ്ഫലം തരും. അപ്പോൾ നമുക്ക് വള്ളിപ്പയറാണെങ്കിൽ നട്ട് വള്ളിയൊക്കെ പടർന്ന് പൂക്കുന്ന ടൈം കൊണ്ട് തന്നെ നമുക്ക് 4-5 തവണ വിളവെടുക്കാവുന്ന ഒന്നും കൂടിയാണ് കുറ്റിപ്പയർ കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് അനുഭവങ്ങളൊന്നുമില്ല, അല്ല ഞാൻ പറയുക, നമ്മൾ പണ്ട് തൊട്ടേ എൻ്റെ വീട്ടിലൊക്കെ കുഞ്ഞുനാൾ തൊട്ടേ കൃഷിയുള്ളതാണ്. നമ്മൾ വീട്ടിലേക്കുള്ള സാധനങ്ങൾ അത്യാവശ്യം നമ്മൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ് ഞാൻ. ഇപ്പോഴും ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ് നമുക്കിവിടെ സ്ഥല പരിമിതി ഉള്ളതുകൊണ്ട് തന്നെ, എന്നാൽ പോലും അവിടെ ഞാൻ കുഞ്ഞി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ, ഇനിയിപ്പോൾ മഴക്കാലം ആകുമ്പോൾ മഴക്കാലത്തിന് ചേരുന്ന രീതിയിലുള്ള പച്ചക്കറികൾ വേണം നടാൻ. മഴക്കാലത്തൊന്നും അങ്ങനെ ഒരുപാട് നമുക്ക് ഈ ബീൻസൊക്കെ പെട്ടെന്ന് ചീഞ്ഞു പോകും മഴക്കാലത്ത്. അപ്പം അങ്ങനത്തെ ഒന്നും അധികം നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ നാളെ പൂപ്പലിക്ക് പോയപ്പോൾ ഫാമിൻ്റെ സ്റ്റാളിൽ നിന്ന് വഴുതനങ്ങ വിത്തുകൾ, പിന്നെ
കുറച്ച് പയർ വിത്തുകൾ, അത് കുറച്ച് പയർ വിത്തുകളൊക്കെ നമ്മൾ വാങ്ങിച്ചെങ്കിലും കൂടിലിരുന്നത് കൊണ്ട് തന്നെ അത് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തപ്പോഴാണ് അത് ഇച്ചിരി കേടുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പറ്റിക്കപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെയുണ്ട് കാര്യങ്ങൾ. പിന്നെ ഇതൊക്കെ നല്ല വെള്ള മുളകാണ് കേട്ടോ. മുളക് വിത്ത് ഞാൻ പാവിയതാണ്. ഇത് വെള്ളമൊക്കെ നനച്ച് നന്നായിട്ട് തന്നെ കിളുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് പറിച്ച് നടാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നമ്മളെ വീടിനോട് ചേർന്നിട്ടുള്ള ഒരു സ്പേസ്, അത് വേറെ ആളുകളുടെയാണ്. ഇത് കണ്ടോ, ഇത് എലി കട്ട് ചെയ്ത് നിറച്ച് കായുള്ള ഒരു പയറുമരയുടെ എലി കട്ട് ചെയ്ത് കളഞ്ഞതാണ് കേട്ടോ. നിറച്ച് കായ ഉണ്ടായിരുന്നു. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എലികൾ ഈ ഒരു വെള്ള നനവിൽ ഫുള്ളും വന്ന് കിളച്ച് മറിക്കുക. അപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്തുള്ളൊരു പറമ്പ്, പിന്നെ എന്താണെന്നറിയില്ല, കാട് മൂടി കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അതും കൂടി അവരുടെ ഓണർ പറഞ്ഞു, നിങ്ങൾ പച്ചക്കറിയോ എന്തെങ്കിലും വേണമെങ്കിൽ കാടൊക്കെ വെട്ടിച്ചിട്ട് അവിടെ നട്ടോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടി അവിടെയും കൂടി ഒരു ചെറിയ രീതിയിൽ എന്താ പറയുക, എനിക്ക് ഭയങ്കര സന്തോഷം. എന്താ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും നടാൻ അവരത് നട്ടോളൂ എന്ന് പറയുമ്പോൾ, നമ്മൾ വീടിനോട് ചേർന്നുള്ള പറമ്പാണ് കേട്ടോ. അപ്പോൾ അവിടെ കാടൊക്കെ വെട്ടിച്ച് ഞങ്ങൾ അവിടെ കുറച്ച് തൈകളൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റെഡി ആകുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ നമ്മുടെ സ്പേസിൽ ഞാൻ കുറച്ച് നല്ല വെള്ളം നനവ്, അവിടെ ഒരു പയറുമരട് ഉണ്ടായിരുന്നു കേട്ടോ. അത് കുറ്റിപ്പയറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നനച്ചൊക്കെ കൊടുത്തപ്പോഴത്തേക്കും അവിടെ തന്നെ മുളച്ച് കുറച്ച് മത്തനും കുമ്പളമൊക്കെ ഒന്നും നട്ടതല്ല കേട്ടോ. നമ്മൾ ആ ഭൂമിയിൽ അവിടെ വെള്ളം ഒഴിച്ച് കൊടുത്തപ്പോൾ, പയറിന് വേണ്ടി നനച്ച് കൊടുത്തപ്പോൾ കുറച്ച് മത്തനും കുമ്പളനൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ. അതൊക്കെ തെങ്ങിൻ്റെ മുകളിലേക്ക്, ഒറ്റൊരു തെങ്ങേ ഉള്ളൂ കേട്ടോ, അതിൻ്റെ മണ്ടയിലേക്ക് അതൊക്കെ കയറി പോകുന്നുണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയായി. അപ്പോൾ അതിൻ്റെ മൂട്ടിൽ തന്നെ ഞാൻ കുറച്ചും കൂടി വിത്തുകൾ നട്ടിട്ടുണ്ട്. ആ പയർ ഏകദേശം എന്താ പറയുക, കായിട്ട് കഴിയാനായി, ഒറ്റ മരടേ ഉള്ളൂ. അപ്പോൾ അത് കായ തീരാനായപ്പോൾ അതിൻ്റെ താഴെ ഞാൻ കുറച്ചുകൂടി വിത്തുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പയർ ഉണങ്ങി തീരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു കുറ്റിപ്പയർ എന്നുള്ള കായകൾ പറിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇതാണ്ട ചീര, വെള്ളച്ചീരയും അതുപോലെ ചുവന്ന ചീരേൻ്റെയൊക്കെ വിത്തിട്ടതാണ്. അതിൻ്റെ ഇടയിൽ പക്ഷേ ഇതിന് നനവ് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ പയറും കൂടി നട്ടിട്ടുണ്ട്, വള്ളിപ്പയർ. അപ്പോൾ അതൊക്കെ കായാകുമ്പോൾ അത് വേറെ കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ ധാരാളം ചീരകൾ, ഇതുണ്ട് മണിത്തക്കാളി പോലെയുള്ള ചീരകൾ തനിയെ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മണിത്തക്കാളിയൊക്കെ നമ്മൾ എന്താ പറയുക, അതിൻ്റെ തൂമ്പുകൾ മാത്രം ഒടിച്ചൊടിച്ചെടുക്കുമ്പോൾ അതിൽ കുറേ പൂക്കളും അതുപോലെ തന്നെ പിന്നെ ഇലകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ പൂക്കളൊക്കെ അവിടെ നിന്നിട്ട് പിന്നെ കായ്ച്ച് കിളികളൊക്കെ തിന്ന് എല്ലായിടത്തും നിറയെ നമ്മുടെ ആ കുഞ്ഞിടത്തുനിന്ന് ആദ്യമായിട്ട് കിട്ടിയ വിളവെടുപ്പാണ് കേട്ടോ. കണ്ടില്ലേ, ധാരാളം ഒരു പാത്രം നിറച്ച് നമുക്കൊരു 1.5 കിലോ ബീൻസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും ഞങ്ങളുടെ വീടുകളിൽ നമുക്കുള്ള സ്ഥലത്ത് ഇതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ നട്ടുണ്ടാക്കുക കേട്ടോ. നമുക്ക് എന്താ പറയുക, വിഷമയം ഇല്ലാത്ത നല്ല പച്ചക്കറികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിനൊന്നും ഒരുപാട് വളം വേണമെന്നൊക്കെ ഉള്ളത് വെറുതെയാണ്. വളം ഇട്ടിട്ട് കുറേ ഉണ്ടാക്കുക എന്നല്ല, ഒരുപാട് വളമൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് അത്യാവശ്യം കുറച്ച് ചപ്പും ഒക്കെ വെച്ച് കൊടുത്താൽ തന്നെ അത്യാവശ്യം നമുക്ക് ഒരാഴ്ചയ്ക്കുള്ള എല്ലാ പച്ചക്കറികളും നമ്മളെ വീട്ടിൽ തന്നെ കിട്ടുന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ അടുത്ത നല്ല വേറൊരു വിളവെടുപ്പായിട്ടും ഒക്കെ ഇതുപോലെയുള്ള നല്ല കാഴ്ചകളായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഇനി ഈ പറിച്ചെടുത്ത ബീൻസ് കൊണ്ട് നല്ല അടിപൊളിയൊരു വിഭവം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഡിഷ്. അപ്പോൾ അത് ആ ഒരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. കുഞ്ഞു ചാനലാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ കമൻറ്റ് സെക്ഷൻ്റെ തൊട്ടടുത്തുള്ള ഹൈപ്പ് സെക്ഷനിൽ ഒരു ഹൈപ്പും കൂടി തരാനായിട്ട് മറന്നു പോയില്ല കേട്ടോ. അത് നമുക്ക് ഒത്തിരി ഉപകാരം വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്താണെങ്കിലും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒക്കെ കമൻറ്റും കൂടി ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻറ്റും കൂടി ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ആണ് ഇന്നത്തെ, ഞങ്ങളുടെ ഒരു കുഞ്ഞ് സന്തോഷം. എൻ്റെ കുടുംബമായ നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് വലിയ വീഡിയോ ഒന്നല്ല കേട്ടോ, ഒരു കുഞ്ഞ് വീഡിയോ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, കുഞ്ഞു ചാനലാണ്, കുഞ്ഞു കാര്യങ്ങളാണ്, നമ്മളെ പോലെ തന്നെ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് ഒരുപാട് സ്നേഹത്തോടെ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരുടെയും എന്താ പറയുക, സ്നേഹം നമുക്കെന്നും വേണം. അതുകൊണ്ട് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് നമ്മൾ വീണ്ടും വരാം. ഒരുപാട് സ്നേഹത്തോടെ. താങ്ക് യു ഫോർ വാച്ചിങ്.